നമ്മൾ അന്നമയ കോശത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈശ്വര ദർശനം എന്നുള്ളത് എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. ഇറ്റ്സ് ഓൾവേസ് പോസിബിൾ പറയും, എപ്പോഴും സാധ്യമാണ്. പക്ഷെ നമ്മൾ ആ വഴിക്ക് ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ വേദാന്ത പഠനം നമുക്ക് ആ വഴിക്ക് ചിന്തിക്കാൻ, ചിന്തകളുടെ ഗതി മാറ്റിവിടുക എന്നുള്ളതാണ്. ഈശ്വരനിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരുന്ന ചിന്തകളെ വീണ്ടും ഈശ്വരനിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള. വേറൊരു കമൻറ്റ് വന്നു, അത് നമ്മുടെ പഞ്ചീകരണം വീഡിയോയിലാണ് ഈ കമൻറ്റ് വന്നത്. സൃഷ്ടി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ വിശദീകരിക്കണേ എന്ന് ചോദിച്ചു. വളരെ നല്ലൊരു ചോദ്യമായിരുന്നു. സൃഷ്ടി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പഞ്ചീകരണവും സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്? അപ്പോൾ ജഗത് മിഥ്യയാണെങ്കിൽ മിഥ്യയെക്കുറിച്ച് എന്തിനാ പറയുന്നത് എന്ന് ചോദിക്കാം. നമ്മൾക്ക് തിയററ്റിക്കലി നമുക്കറിയാം ഇതില്ല എന്നുള്ളത്, പക്ഷെ നമുക്കത് അനുഭവത്തിലില്ല. അനുഭവത്തിൽ സൃഷ്ടി ഉണ്ട് എന്നുള്ളത് അനുഭവമാണ്. അനുഭവമുള്ളതിനിങ്ങനെ നമ്മളില്ല എന്ന് പറയാം? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ അനുഭവത്തിലുള്ളത് അതിനെ പഠിക്കണം ആദ്യം. അതെന്താണ് എന്ന് അന്വേഷിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഞാൻ കണ്ടതല്ല ഇത് എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്? അപ്പോൾ നമുക്കൊരു കാര്യം കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ കാരണം അന്വേഷിക്കും. ഇത് എവിടെ നിന്ന് വന്നു? അപ്പോൾ ഒരു ഉത്തരം കിട്ടും. അതിനെ കാര്യമാക്കും. എന്നിട്ട് അതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കും. ഇങ്ങനെ സൃഷ്ടിയുടെ കാര്യകാരണ സിദ്ധാന്ത പ്രകാരമുള്ള ഒരു അവലോകനം, നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് എന്താണെന്ന് മനസ്സിലാക്കി അതിലൂടെ തത്വത്തിലെത്തുക. അതിനാണ് പ്രക്രിയ, സാധനയാണത്. ഒരു ധ്യാനമാർഗം എന്ന് വേണമെങ്കിൽ പറയാം. മുന്നിലുള്ള അനുഭവത്തിനെ പഠിച്ച് അനുഭവത്തിൻ്റെ കാരണം കണ്ടെത്തി ആ കാരണത്തിനെ കാര്യമാക്കി അതിൻ്റെ കാരണം കണ്ടെത്തി ഇങ്ങനെ പോവാം. അപ്പോൾ അത് അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ സൃഷ്ടി ഉണ്ട് എന്ന് തന്നെ സങ്കല്പിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ നമ്മളുടെ അനുഭവത്തിലുള്ള ഈ സൃഷ്ടിയെ നമ്മൾ പഠിക്കണം. അപ്പോൾ പിന്നെ അവിടെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞേ പറ്റൂ. ഭാഗവതത്തിൽ വളരെ രസകരമായൊരു ഭാഗം ഉണ്ട്, തൃതീയ സ്കന്ധത്തിലാണത്, വിതുര മൈത്രേയ സംവാദം. അവിടെയാണ് ഇത് തുടങ്ങി വെക്കുന്നത്. അപ്പോൾ അവിടെ മൈത്രേയൻ പറയുന്നുണ്ട്, ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ട് എന്നൊരു അനുഭവമുണ്ട്, അതെങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞു തരാം. അതേ കാര്യമാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ ഇല്ലാത്തത് എങ്ങനെ ഉണ്ടായി എന്ന് തോന്നുന്നു. അപ്പം നമുക്കിങ്ങനെ ബ്രഹ്മത്തിൽ നിന്ന് സ്ഥൂലമായിട്ട് ഭൂമി തത്വം വരെ വന്നു. ഭൂമിയിൽ പിന്നെ നമ്മൾ സസ്യജാലങ്ങളുണ്ടായി എന്ന് പറഞ്ഞു. സസ്യജാലങ്ങളിൽ നിന്ന് പിന്നെ ശരീരം ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ ശരീരത്തിനെ പഠിച്ചുകൊണ്ട് പിന്നെ നമുക്ക് തിരിച്ചു പോകണം. ലളിതാ സഹസ്രനാമത്തിലും നമ്മൾ ഇങ്ങനെ ഒരു തത്വം കാണും. തത്വത്തിൽ നിന്ന് രൂപം, പൂർണ്ണമായിട്ട് രൂപത്തിലേക്ക് വന്ന് പിന്നെ രൂപത്തിൽ നിന്ന് വീണ്ടും തത്വത്തിലേക്ക് പോകുന്ന ഒരു പ്രക്രിയ. അത് ലളിതാ സഹസ്രനാമത്തിലും കാണാം. അപ്പം ശരിക്കും ഇങ്ങനെയാണ് ഈശ്വര അന്വേഷണം നടക്കേണ്ടത്.